ജീവിതത്തിൽ അച്ഛനമ്മമാരോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ എൻ്റെ കൂട്ടുകാരോടാണ് പറയുന്നതെന്ന് അഭിമാനം കൊള്ളുന്നവരുണ്ട്. എന്നാൽ ഏത് ബന്ധത്തിലായാലും കൃത്യമായ ഒരു അതിർവരമ്പ് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പറയുന്നത് ഞാനല്ല, റിലേഷൻഷിപ്പ് വിദഗ്ധരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. കൂട്ടുകാരിലും നല്ലവരും കെട്ടവരും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്നയാളെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം രഹസ്യങ്ങൾ കൈമാറുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നുണ്ട്. ചില സുഹൃത്തുക്കൾക്ക് എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവർ കൂട്ടുകാരുടെ സഹായം തേടാറുണ്ട്. ശാരീരികമായോ മാനസികമായോ തകർന്നിരിക്കുന്ന അവസരത്തിലാണ് കൂട്ടുകാർ ക്ഷണിക്കുന്നതെങ്കിലും അവരോട് നോ പറയാൻ നമുക്ക് മടിയാണ്. എന്നാൽ അവരോട് നോ തന്നെ പറയണം. അവർ പിണങ്ങുമെന്ന് ചിന്തിച്ച് മനസ്സില്ലാ മനസ്സോടെ യെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പിന്നീടത് ബുദ്ധിമുട്ടാകുന്നത്. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് നിങ്ങൾ വിശദീകരിക്കാതെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് തിരിച്ചറിയാൻ സാധിക്കും. അത്തരക്കാരെ ചേർത്തു നിർത്താം. മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരോട് നോ പറയാൻ മടിക്കേണ്ട ആവശ്യവും ഇല്ല. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അവിടെയും വരും സുഹൃത്തുക്കൾ എന്ന പേരിൽ ചിലർ. ഞാനുള്ളപ്പോൾ നീ ഒറ്റയ്ക്കിരിക്കാനോ? നെവർ എന്ന അധികാരഭാവത്തോടെ ഒറ്റയ്ക്കിരിക്കുന്നവരെ അവരാണ് ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന ഗ്യാങ്ങിൽ വരുന്നത്. വിഷമത്തിലോ ഒന്ന് മൂഡ് ഓഫ് ആയി ഇരിക്കുമ്പോഴൊക്കെ സ്വയം റീചാർജ് ചെയ്യാൻ ഈ ഒറ്റയ്ക്കിരിപ്പ് വളരെ നല്ലതാണ്. ഇത് അവരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കണം. അസ്വസ്ഥമായ മനസ്സോടെ ഒപ്പം വന്നാൽ ചിലപ്പോൾ അത് അനാവശ്യമായ വഴക്കിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടമെന്നും സൗമ്യമായി അവരെ അറിയിക്കുക. എന്നിട്ടും അവർ നമ്മളെ കേൾക്കാൻ കൂട്ടാക്കാതെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണം. കേട്ടിട്ടില്ലേ, തുമ്മിയാൽ തെറിച്ചു പോകുന്ന ബന്ധങ്ങൾ ഇല്ലാത്തതല്ലേ നല്ലത്.